ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 7 ഡൽഹിയിൽ മാധ്യമപ്രവർത്തകർ തിങ്ങി നിറഞ്ഞ ഹാളിലേക്ക് വെളുത്ത ടീഷർട്ടും ബ്രൗൺ നിറത്തിലുള്ള പാൻറ്റും ധരിച്ച് ഒരാൾ കടന്നു വരുന്നു. കയ്യിലൊരു മൈക്കുണ്ടായിരുന്നു. വേദിയിലാകട്ടെ ഒരു ലാപ്ടോപ്പും ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കോപ്പിയും കുറച്ച് വെള്ളക്കുപ്പികളും ഒരു LED വാളും മാത്രം. ഒരു പവർ പോയിന്റ് പ്രസന്റേഷനാണ് പിന്നീട് നടന്നത്. അധ്യാപകർ ക്ലാസ് എടുക്കുന്നത് പോലെ, ഗവേഷകർ അവരുടെ പ്രബന്ധങ്ങൾ സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് പോലെ വർത്തമാന ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും ഗുരുതരമായൊരു വെല്ലുവിളിയുടെ ആഴം ദൃശ്യങ്ങളും കണക്കുകളും സഹിതം പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ രാജ്യത്തെ പഠിപ്പിച്ചയാളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. Foundation of our constitution, everything that our constitution stands for is based on the fact that one person gets one vote. പ്രതിപക്ഷ നേതാവിന്റെ പതിവ് വാർത്താ സമ്മേളനത്തിന് വന്ന മാധ്യമപ്രവർത്തകർ അമ്പരന്നു നിന്ന മണിക്കൂറുകളായിരുന്നു അത്. ആർക്കും അതൊരു വാർത്താ സമ്മേളനമായി തോന്നിയതേയില്ല. അച്ചടക്കമുള്ള വിദ്യാർത്ഥികളെ പോലെ രാജ്യത്തെ തലമുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം ആ വിഷയാവതരണം കേട്ടിരുന്നു. കോൺഗ്രസിന്റെ പതാകയോ ബാനറോ ഒന്നും പിറകിലില്ല. മല്ലികാർജുൻ ഖാർഗെ മുതൽ KC വേണുഗോപാൽ വരെയുള്ള നേതാക്കൾ ആരും കൂടെയില്ല. പിറകിലെ LED സ്ക്രീനിലുള്ളത് പറയാൻ പോകുന്ന വിഷയത്തെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളും അവയുടെ കണക്കുകളും ഗ്രാഫുകളും മാത്രമാണ്. പാർട്ടി നേതാക്കൾക്ക് ആർക്കും സ്റ്റേജിലിടമില്ല. പകരം വന്നുപോയത് ഉന്നയിച്ച വിഷയത്തിന് തെളിവായിട്ടുള്ള ആളുകൾ മാത്രം. എതിരാളികൾക്ക് നേരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പതിവ് രാഷ്ട്രീയ രീതി ആ വാർത്താ സമ്മേളനത്തിൽ കാണാനായില്ല. പകരം സൂക്ഷ്മവും ലളിതവുമായ ഭാഷയിൽ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. നിലപാടുകൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയല്ല, വസ്തുതകൾ കൃത്യമായി വിവരിച്ച് ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ച് അതിലൂടെ സാധാരണ മനുഷ്യരെ കൊണ്ട് നിലപാടെടുപ്പിക്കുകയാണ് രാഹുൽ ചെയ്തത്. ഇന്ത്യയിലെ വാർത്താ സമ്മേളനങ്ങളുടെ രീതിയും പ്രകൃതവും ഭാഷയും രാഷ്ട്രീയ നേതാക്കളുടെ ഭാവുകത്വവും ശരീരഭാഷയും എല്ലാം തിരുത്തി എഴുതിയ രാഹുൽ രാജ്യത്തെ പ്രകമ്പനം കൊള്ളിച്ച ആ വെളിപ്പെടുത്തലിന് ശേഷവും വെറുതെ ഇരുന്നില്ല. തികഞ്ഞൊരു ഗവേഷകനെ പോലെ വിഷയം പഠിച്ച് സ്മാർട്ടായ ഒരു അവതാരകനെ പോലെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വാർത്താ സമ്മേളനവുമായി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 18, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളിന്റെ പിറ്റേ ദിവസം അയാൾ വീണ്ടും രംഗത്ത് വന്നു. അന്ന് മാധ്യമപ്രവർത്തകരോടെല്ലാം കുശലം പറഞ്ഞാണ് രാഹുൽ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. Would you like to say something? No, we can start, sir. പുലർച്ചെ 4 മണിക്ക് എണീറ്റ് 36 സെക്കൻഡിൽ 2 വോട്ടർമാരെ ഡിലീറ്റ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങിയെന്ന ഇലക്ഷൻ കമ്മീഷനെ ലക്ഷ്യം വെച്ചുള്ള രാഹുലിന്റെ പരാമർശം കേട്ട് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെല്ലാം ചിരിച്ചു. 4 बजे सुबह उठ के फाइल कर रहे हैं. पता नहीं क्या हुआ. 4 बजे सुबह कहा कि भैया मैं 2 वोटर को डिलीट करूंगा और कितने 36 सेकंड में डिलीट करके फिर सो गए. പക്ഷേ രാഹുൽ അവരോട് ചോദിച്ചത് ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്നത് കണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചിരിക്കാനാകുന്നതെന്നാണ്. ഇതാണ് പുതിയ രാഹുൽ ഗാന്ധി. രാഷ്ട്രീയ നേതാക്കളുടെ പതിവ് വാർപ്പ് മാതൃകകളിൽ നിന്ന് സ്വയം പുറത്തു കടന്ന് കാർക്കശ്യമോ ബുദ്ധിജീവി നാട്യമോ ഇല്ലാതെ അങ്ങേയറ്റം ജനകീയമായ ഭാഷയിൽ വസ്തുതകൾ നിരത്തി വർത്തമാന ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ എഡ്യൂക്കേറ്ററായി രാഹുൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നിൽക്കുന്നതിന്റെ ചിത്രങ്ങൾ കോൺഗ്രസ് അതിനിടെ പുറത്തുവിട്ടിരുന്നു. ഇത് നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. 11 വർഷത്തിൽ ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്ത പ്രധാനമന്ത്രിയുടെ ഇന്ത്യയിൽ ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നതെന്ന വ്യക്തമായ സന്ദേശം. രാഹുലിന്റെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ കൺട്രോൾ ചെയ്തിരുന്നത് മറ്റൊരാളായിരുന്നു. കയ്യിൽ മൈക്ക് പിടിച്ചുള്ള വാർത്താ സമ്മേളനം. എന്നാൽ രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിൽ മൈക്ക് ഷർട്ടിൽ കുത്തി പവർ പോയിന്റ് റിമോട്ട് സ്വയം കൺട്രോൾ ചെയ്തായിരുന്നു രാഹുൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. BJPയെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഇവിടെ രാഹുൽ ഒട്ടും ധൃതി കാണിക്കുന്നില്ലെന്ന് കാണാം. എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞ് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും അദ്ദേഹം സ്വീകരിച്ചില്ല. പകരം പതിയെ സമയമെടുത്ത് ഓരോന്നോരോന്നായി വിശദീകരിക്കുകയാണ്. 100% തെളിവുകളില്ലാതെ ഒന്നും ഈ വേദിയിൽ താൻ പറയില്ലെന്ന് രാഹുൽ ഉറപ്പിച്ചു പറയുകയും ചെയ്തു. വോട്ട് മോഷണം ഏതെല്ലാം രീതിയിൽ നടന്നു എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത മാസങ്ങളിൽ താൻ വാർത്താ സമ്മേളനങ്ങളിലൂടെ വെളിപ്പെടുത്തുമെന്നാണ് രാഹുൽ പറഞ്ഞത്. ഇനിയും ചില ബോംബുകൾ പൊട്ടുമെന്ന് പറഞ്ഞ് രാഹുൽ അവസാനിപ്പിക്കുകയായിരുന്നു. സോഫ്റ്റ്വെയർ മാനിപ്പുലേഷൻ, ഓട്ടോമേറ്റഡ് സിസ്റ്റം, ഡാറ്റാ സെന്ററുകൾ, IP അഡ്രസ്സുകളുടെ വ്യത്യാസം, അങ്ങനെ അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ വളരെ സങ്കീർണമായ വിഷയങ്ങളാണ്.
എന്നാൽ അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതാകട്ടെ വളരെ സിമ്പിളായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിൽ. പവർ പോയിന്റ് പ്രസന്റേഷൻ പോലും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിലായിരുന്നു ക്രമീകരിച്ചത്. ഓരോന്നിനെക്കുറിച്ചും വിശദീകരിച്ചു, ഉദാഹരണങ്ങൾ സഹിതം. മാധ്യമങ്ങൾ എങ്ങനെയാണ് എന്നെ ചിത്രീകരിക്കുന്നതെന്നത് ഇപ്പോഴത്തെ എൻ്റെ ആശങ്കയേ അല്ല, തെളിവുകൾ സഹിതമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയത് എന്ന് രാഹുൽ ആവർത്തിച്ചു പറഞ്ഞു. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ രാഹുൽ രാജ്യവിരുദ്ധനാണെന്നും തെരഞ്ഞെടുപ്പിലെ സുതാര്യതയിൽ സംശയം ജനിപ്പിക്കുകയാണെന്നും ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, ഭരണഘടനയെ സ്നേഹിക്കുന്നു, ജനാധിപത്യ പ്രക്രിയയെ സ്നേഹിക്കുന്നു. ആ പ്രക്രിയയെ ഞാൻ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെളിവുകളില്ലാതെ ഒരു കാര്യവും ഞാൻ പറയാൻ പോകുന്നില്ല. തീർച്ചയായും രാഹുൽ ഉയർത്തിയ വിഷയത്തിന്റെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വാർത്താ സമ്മേളനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. എന്നാൽ അതിനുമപ്പുറം നാം കണ്ടുമടുത്ത ശീലങ്ങളിൽ നിന്ന് കുതറിമാറി ആശയവിനിമയത്തിന്റെ നൂതന സാധ്യതകളെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന രാഹുലിൽ നിന്ന് ഇന്ത്യയിലെ പാർലമെന്ററി രാഷ്ട്രീയത്തിന് പലതും പഠിക്കാനുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബീഹാർ യാത്രക്കിടെ ഗ്രാമീണ മേഖലയിലെ യുവതികളുമായി നടത്തിയ സംവാദത്തിൽ നിങ്ങൾ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ എന്ന് രാഹുൽ ചോദിച്ചിരുന്നു. മോശം ഭരണം കാഴ്ചവെക്കുന്ന നിതീഷ് കുമാറിനെ വെറുക്കുന്നു എന്നായിരുന്നു അതിലൊരു പെൺകുട്ടിയുടെ മറുപടി. എന്നാൽ നിങ്ങൾക്ക് ആരോടും വിയോജിക്കാം, അവരെ എതിർക്കാം, എന്നാൽ ആരെയും വെറുക്കരുതെന്ന് പറഞ്ഞ രാഹുൽ ആ പെൺകുട്ടിയെ തിരുത്തുകയായിരുന്നു. വർത്തമാന ഇന്ത്യയിൽ വെറുപ്പിന്റെ രാഷ്ട്രീയമാനം എന്താണെന്ന് രാഹുൽ അടയാളപ്പെടുത്തുന്നത് കാണാം. രാഷ്ട്രീയത്തിലെ നെപ്പോക്കേഡ്, അമൂൽ ബേബി, സമരം ചെയ്യാൻ അറിയാത്തവൻ, ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങളെയും അധിക്ഷേപങ്ങളെയും രാഹുൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്ന ഈ അപകടത്തിന് മുമ്പിൽ രാഹുൽ സ്വയം രൂപാന്തരപ്പെടുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അത്ര പരിചയമല്ലാത്ത സമരരീതികളിലൂടെയാണ്. കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഇന്ത്യയുടെ ജനഹൃദയങ്ങളിലൂടെ നടന്നു തീർത്ത രാഹുൽ ജനങ്ങൾക്ക് അന്യമായ രീതികളെ കൈയൊഴിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനത്തെ ആധുനികമായി പുതുക്കി പണിഞ്ഞ് അതിലൂടെ കൂടുതൽ ജനകീയമാകുന്ന കാഴ്ച ജനാധിപത്യകാംക്ഷികൾക്ക് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്.